ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 65 റിവ്യൂ ആണ്. അനുമോൾ നിഷ്കളങ്കയായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. അനുമോൾ വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനോട് 100% യോജിക്കും. പക്ഷേ ഈ നിഷ്കളങ്കത പ്ലസ് വകതിരിവില്ലായ്മ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ, ആ ഒരു കോംബോ ഒരു വ്യക്തിയിൽ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് നമ്മുടെയൊക്കെ പൂർവികർ ഒരു പഴഞ്ചൊല്ലുണ്ടാക്കിയത്, ശിഷ്ടൻ ദുഷ്ടൻ്റെ ബലം ചെയ്യും, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടാക്കിയത്. അങ്ങനെയുള്ളൊരു അപകടമൊക്കെയാണ് ശരിക്കും അനുമോൾ വഴി ജിസയിലിനും ആരിനുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം എന്ത് പറയണം, ആരോട് പറയണം, എപ്പോൾ പറയണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും അനുമോൾക്കൊരു ധാരണയില്ല. അല്ലെങ്കിൽ ആളുകൾ അതിനെ എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും അനുമോൾക്കൊരു ധാരണയില്ല. ശരിക്കും പറഞ്ഞാൽ PR കൊടുക്കുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. എസ്പെഷ്യലി ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിലൊന്നും PR കൊടുക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവേചനം ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഫിനാൻഷ്യലി അത്ര സൗണ്ടഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല, അല്ലെങ്കിൽ അത്രയധികം ഫാൻ സപ്പോർട്ടുള്ള പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ എത്ര നല്ല ഗെയിം കളിച്ചാലും അങ്ങനെയുള്ള ആളുകളെ നെഗറ്റീവ് ആക്കാതെ ഒരു PR ടീമിന് അവരേറ്റെടുത്തിട്ടുള്ള പണി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകളെ സൈബർ അധിക്ഷേപത്തിലേക്കും അറ്റാക്കിലേക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഈ PR കൊടുക്കുന്ന സമയത്ത് ഇൻഡയറക്റ്റ്ലി ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനോട് ചെയ്യുന്നുണ്ട്. നല്ലൊരു പരിപാടിയല്ല. പിന്നെ പല ടൈപ്പിലുള്ള PR ഉണ്ട്. ഇപ്പോൾ അനുമോൾ പറഞ്ഞ ഒരു PR, ഒരു കൈൻഡ് ഓഫ് PR ഉണ്ട്. ഇന്നസെൻ്റ് ആയിട്ട് അനുമോൾ പ്രസൻറ്റ് ചെയ്ത ഒരു PR ഉണ്ടല്ലോ, ഈ വീഡിയോസും ഷോർട്സും റീൽസും ഒക്കെ കട്ട് ചെയ്തിടാനായിട്ട് ഒരാൾ വേണ്ടേ, അങ്ങനെ ഒരാളെ ഞാൻ വെച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ PR എന്ന് അനുമോൾ നിഷ്കളങ്കത അഭിനയിച്ചിട്ട് പറയുന്നുണ്ട്. എന്നാൽ അനുമോൾ ബാക്കിയുള്ള ആളുകളോടൊക്കെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് അവർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ, പല ആളുകളും പറയുന്നുണ്ടല്ലോ, ഷാനവാസും ആദിലയും നൂറയും ബിന്നിയും എല്ലാ ആളുകളും, അക്ബറും എല്ലാ ആളുകളും സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അനുമോൾ കൊടുത്തിരിക്കുന്നത് ഒരു പക്ക PR ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഡ്വാൻസ് തുക കൊടുക്കുന്നു, ഒരു 50,000 രൂപ കൊടുക്കുന്നു, കളി ജയിച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ വേണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കുന്നു. നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ്. കാരണം ഡെയിലി പേയ്മെൻറ്റ് അനുമോളെ പോലുള്ളൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് ന്യായമായിട്ട് കിട്ടും. അത് തന്നെ 3 മാസത്തേത് നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അതുകൂടാതെ വിജയിക്കുകയാണെങ്കിൽ കൊടുത്താൽ പോരെ, 1 കോടി രൂപ എങ്ങാണ്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്നിട്ട് ഇതും കൊടുക്കാം. ലാഭകരമായിട്ടുള്ളൊരു പരിപാടിയാണ്, നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും ലക്ഷ്യമാർഗ്ഗത്തെ സാധൂകരിക്കും എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ പുറത്ത് പറയാമോ? പുറത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമറുടെ ഒരു ലക്ഷണമാണോ? എന്ത് കളിയും കളിക്കാം, ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കാം എന്ന് വിചാരിച്ചാലും അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്തൊരു മോശം പരിപാടിയല്ലേ. മൊത്തത്തിൽ എനിക്ക് ഈ PR പരിപാടി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ഒരു ഗെയിമായിട്ട് അല്ലെങ്കിൽ ഒരു ടാസ്ക്കായിട്ട് എടുത്തിട്ടപ്പോൾ തന്നെ എന്തോ ഒരു ബാഡ് അടിച്ചു. ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ടാണ് ഇവരിത് ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഈ ഒരു സംഭവം വലിയ കാര്യമായിട്ട് അവരത് അന്ന് എയർ ചെയ്തില്ല, അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ചർച്ചയാക്കി മാറ്റിയില്ല. PRകളെ അത്രയധികം എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് അതൊരു ചർച്ചയാക്കി മാറ്റായിരുന്നു. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പെയ്ഡ് PRകൾ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ PR ടീമുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിന് കാര്യമായിട്ടുള്ള എൻഗേജ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് ജയിക്കണമെന്നോ അല്ലെങ്കിൽ കപ്പടിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ക്രൂവിന് ആഗ്രഹമുണ്ടോ? ഇല്ല. അവർക്ക് അവരുണ്ടാക്കി വിടുന്ന വീഡിയോസ്, കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുക, ചർച്ചയാകുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ അനുമോൾ കൊടുത്ത പൈസയ്ക്കാണെങ്കിലും ബിന്നി കൊടുത്ത പൈസയ്ക്കാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഇത് മുറിച്ചും കട്ട് ചെയ്തും എന്നെപ്പോലെയൊക്കെ ഇരുന്ന് പറഞ്ഞും പ്രവർത്തിച്ചും കമൻറ്റ് ചെയ്തുമൊക്കെ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗുണം. അവരത് മിണ്ടാതെ എൻ്റർടൈൻ ചെയ്യും, കാരണം അവർക്കാണ് ഗുണം. പിന്നീട് ഈ അൺഫെയർ എവിക്ഷൻ എന്നൊക്കെയുള്ള ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഒരാൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കുന്നു എന്നുള്ള ചീത്ത പേരുകൾ ലാലേട്ടനെ തെറിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് മറ്റേ വിക്ടിം കാർഡ് അവിടെ ഇറക്കിയിടും. ഇവിടെ PR ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിക്ടിം കാർഡ് ഇറക്കിയിടും. അങ്ങനെയുള്ളൊരു കാർഡ് ഇറക്കലായിട്ടാണ് എനിക്ക് മോർണിംഗ് ആക്ടിവിറ്റി തോന്നിയത്. ഇപ്പോൾ ബിഗ് ബോസ് ഉറപ്പിച്ച് പറയുകയാണ് PR കൊണ്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട്, അവരാരാണ് എന്ന് കണ്ടസ്റ്റൻസ് പറയുക. നിങ്ങൾക്ക് തോന്നുന്ന ആളുടെ പേര് പറയുക. അല്ലാതെ ജെന്യുവനായിട്ട് നിൽക്കുന്ന PR ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഇവിടെയുണ്ട്, അവരാരാണെന്ന് പറയുക. ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. PR ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ PR ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ചില കണ്ടസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് അൺഫെയർ ആണ് എന്നുള്ള രീതിയിൽ എവിക്റ്റ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള ഒരു എവിക്ഷനും എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല. ഇന്നലെ ജിസയിലും ഒനിയിലും ഒന്നും പോയതൊന്നും എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഉടനെ ചില അൺഫെയർ എവിക്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അൺഫെയർ എന്ന് പറയുന്നത് നമുക്കാണ്, പക്ഷേ ഗെയിമിന് അൺഫെയർ ആയിരിക്കില്ല. അവർക്ക് ആ ഒരു ഗെയിം നല്ല രീതിയിൽ കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചില ആളുകളെ തട്ടി കളയേണ്ടതുണ്ട്. അത് ചിലപ്പോൾ അനീഷ് ആയിരിക്കാം, ചിലപ്പോൾ ഷാനവാസ് ആയിരിക്കാം, ചിലപ്പോൾ അക്ബർ ആയിരിക്കാം, ആരെങ്കിലും തട്ടി കളയേണ്ടതുണ്ട്. അങ്ങനെ ഒരു അൺഫെയർ എവിക്ഷൻ്റെ സ്കോപ്പ് എനിക്ക് വല്ലതും കിട്ടുമായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഷാനവാസിനെ അടിച്ച് പറിച്ച് കളഞ്ഞേനെ. കാരണം എന്തൊരു പുഴുക്കലാണ് ആ മച്ചാൻ,
എന്തൊരു കുത്തിത്തിരിപ്പാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്ര കുത്തിത്തിരിപ്പുള്ള ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. പരദൂഷണവും വളച്ചൊടിക്കലും കുത്തിത്തിരിപ്പും മെഴുകലും അങ്ങേയറ്റം. അനീഷും ഷാനവാസും ഈ മറ്റേ നോമിനേഷൻസിൻ്റെ സമയത്തൊക്കെ ഇരുന്ന് മെഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ, പുഴുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേർത്ത് പണ്ടാരടങ്ങിപ്പോവും. ശൂള പിടിക്കുന്നു, കോഷ്ടി കാണിക്കുന്നു, കൈ കൂപ്പുന്നു. എന്തോ അവന്മാരാണെന്ന് ഞാൻ ആലോചിക്കണത്. എന്തോ ഒരു നാണം കെട്ട പരിപാടിയാണ്. ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസിനെ പോലെ എനിക്ക് ഇവരെ രണ്ടുപേരും തോന്നാറുണ്ട്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അവരെ തെറി വിളിച്ച് തോപ്പിക്കുക, അവരുടെ വീട്ടുകാരെ തെറി വിളിക്കുക എന്ന് പറയുന്നത് എന്ത് മാസമാണ്, എന്ത് ഹീറോയിസാണ്. എന്തെങ്കിലും ആർഗ്യുമെൻറ്റിൽ പോയിൻ്റ് വേണ്ടേ? ചുമ്മാ ഒരുമാതിരി ഓരോ പരിപാടി. അക്ബറിനെതിരെ ഡയറക്റ്റ് ഗെയിം കളിക്കത്തില്ല. അക്ബറിനെതിരെ ഡയറക്റ്റ് ഒരു വാക്ക് പോലും പറഞ്ഞിട്ട് ഗെയിം കളിക്കാനായിട്ട്, പോയിന്റ് വെച്ച് കളിക്കാനായിട്ട് ഷാനവാസിന് ഇഷ്ടമില്ല. ഷാനവാസ് ഇങ്ങനെ തിരിഞ്ഞ് പോകും. മുന്നേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തെറി വിളിക്കും അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് അലമുണ്ടാക്കി അങ്ങടേക്ക് പോകും, എന്നിട്ട് പിന്തിരിഞ്ഞ് പോകും. എന്നാൽ സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി അങ്ങോട്ട് ചെല്ലും. അക്ബറിൻ്റെ അടുത്തേക്ക് പോവില്ല. എന്നിട്ട് മാറിയും തിരിഞ്ഞ് ഒളിച്ചിരുന്ന് അവരുടെയൊക്കെ പിന്നിൽ പോയി ഇങ്ങനെ പറയും. പിന്നിൽ പോയി ഒളിച്ച് പറയും അക്ബർ അങ്ങനെയാണ്, അക്ബർ ഇങ്ങനെയാണ്. എന്നിട്ട് ഈ ആദില നൂറ പോലെയുള്ള ടീമുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിനെതിരെ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നമ്പറുകളും. എൻ്റെ പൊന്ന് ഷാനവാസിക്ക. അതുകൂടാതെ മറ്റേ സംഭവം, മറ്റേ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർഡൊക്കെ എടുത്തിരുന്നുണ്ട്. എന്തുവാണ് ഇപ്പം ബിന്നിയാണോ ഷാനവാസിനെ ചികിത്സിച്ചത്? അപ്പം ഷാനവാസിൻ്റെ രോഗവിവരങ്ങളൊക്കെ ബിന്നിക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ തന്നെ ഇതൊരു ഗെയിമല്ലേ? അവിടെ ഡോക്ടറായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വരുന്നു, അവിടെ ഒരു രോഗിയുണ്ട്. അതുകൊണ്ട് ഈ ബിന്നി ഡോക്ടർ രോഗിയായിട്ടുള്ള ഷാനവാസിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇവിടുത്തെ നിയമമാണ്. അവരുടെ പ്രൊഫഷനെയൊക്കെ പറയുന്നു. എന്ത് മോശമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഷാനവാസിൻ്റെ പ്രൊഫഷനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അവിടെ നിലത്തൊന്നും നിൽക്കത്തൊന്നുമില്ലല്ലോ. നീ എന്ത് ഡോക്ടറാടി എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെ ഒരു ഡോക്ടറല്ലേ, മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ള ഡോക്ടറല്ലേ, അല്ല ലാടവൈദ്യനൊന്നും അല്ലല്ലോ. ഷാനവാസിൻ്റെ മുഖം നോക്കിയിട്ട് ഹൃദയത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനായിട്ട് ചുമ്മാ ഓരോ പുഴുക്കൽ. ഇനി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും. എപ്പിസോഡിൽ ആദ്യം നമ്മൾ കണ്ടത് നെവിൻ ഒരു പ്ലേറ്റ് പൊട്ടിക്കുന്ന രംഗമാണ്. കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. പ്ലേറ്റ് ഓവർ ഹീറ്റായി, വെള്ളം ഒഴിച്ചപ്പോൾ പൊട്ടിപ്പോയി. നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കാറുണ്ടല്ലോ ഇങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന പരിപാടികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടി. അനീഷും ലക്ഷ്മിയും വളരെ സൗമ്യഭാവത്തിൽ നെവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർ അതിൽ പ്രശ്നങ്ങളൊന്നും കണ്ടുപിടിക്കുന്നില്ല. രാവിലെ തന്നെ ഒരു വിഷയം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വഴി അതിപ്പോൾ നെവിൻ ആയതുകൊണ്ടാണ് അവർ നോക്കി കാണാത്തത്. പിന്നീട് മോർണിംഗ് ആക്ടിവിറ്റി, PR കുറിച്ചിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റി 4 ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ ഇനി ഗ്രാൻഡ് ഫിനാലേക്ക്. അപ്പോൾ 2 വിഭാഗത്തിലുള്ള കണ്ടസ്റ്റൻസ് ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ബിഗ് ബോസ് പറയുന്നു. സ്വന്തം ബലം കൊണ്ട് നിൽക്കുന്നവരുണ്ട്, PR ബലം കൊണ്ട് നിൽക്കുന്നവരുണ്ട്. ഓരോ കണ്ടസ്റ്റൻസും വന്ന് അവർ ഈ 2 ഗണത്തിലും പെടുന്നു എന്ന് അവർക്ക് തോന്നിയ ഒരു കണ്ടസ്റ്റൻറ്റിനെ പറയുക. ഷാനവാസ് അനുവിനെയാണ് പറയുന്നത്. അനുവിനെ കുറിച്ചിട്ട് PR ഉണ്ട് എന്നുള്ള ചില വർത്തമാനങ്ങളൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. അനു ഷാനവാസിനോട് പറഞ്ഞു എന്ന് ഷാനവാസ് പറഞ്ഞില്ല. അനുവിന് PR ചെയ്യുന്ന ടീം അക്ബറിനെ സമീപിച്ച കാര്യമൊക്കെ അക്ബർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷാനവാസ് പറയുന്നു. PR ഇല്ലാത്ത ആൾ അനീഷാണ് എന്ന് ഷാനവാസ് പറയുന്നു. എന്നാൽ പിന്നീട് എപ്പിസോഡിലില്ല, പിന്നീട് ഒരു വൻ അലമുണ്ടായ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് അനീഷിനാണ് PR ഉള്ളതെന്നൊക്കെ. അനീഷ് പറയുന്നു അനുമോളാണ്, പലപ്പോഴായി പറയുന്നു. അതേപോലെ തന്നെ PR ഇല്ലാത്തത് ലക്ഷ്മിക്കാണ്. ലക്ഷ്മി പറയുന്നു നെവിന് PR ഇല്ല, പക്ഷേ അനുവിന് PR ഉണ്ട്. കാരണം അനു ടാസ്ക് പോലും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, വോട്ടൊക്കെ അസാധുവാക്കുന്നു. അതിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നോമിനേഷൻസിലൊക്കെ. ഒരിക്കലും എന്താ പറയുന്നത്, നോമിനേറ്റഡ് ആവാൻ സാധ്യതയില്ലാത്ത ഒരാളെ വെറും എന്തെങ്കിലും കുഞ്ഞു കാരണമൊക്കെ പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ലക്ഷ്മി ഉദ്ദേശിച്ചത്. അക്ബർ പറയുന്നു അനുമോളാണ്. PR പുറത്ത് മാത്രമല്ല, അനുമോൾ PRൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് അകത്തും പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡ്രസ്സൊന്നും കംപ്ലീറ്റ്ലി നോമിനേഷനിലേക്ക് വരുന്ന സമയത്ത് ഡ്രസ്സൊന്നും കംപ്ലീറ്റ്ലി പാക്ക് ചെയ്യില്ല, അത്ര കോൺഫിഡൻസ് ഉണ്ട്. അത് നമുക്ക് PR ഉള്ളതുകൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. PR ഉണ്ട് എന്നുണ്ടെങ്കിലും കോൺഫിഡൻസ് കുറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസ് മുന്നേയും ഡ്രസ്സ് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്തിട്ടുണ്ട്. PR ഇല്ലാത്ത ആളുകൾ പാക്ക് ചെയ്തിരുന്നിട്ടുണ്ട്. നെവിന് PR ഇല്ല എന്ന് അക്ബർ പറയുന്നു. നെവിന് PR ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് മുന്നേ നെവിനെ നമുക്കൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള PR പരിപാടികളൊക്കെ നെവിൻ്റെ ഏതൊരു ടീം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് നെവിൻ്റെ കുറേ പഴയ റീൽസ് കണ്ടു. നെവിൻ ഇങ്ങനെ ഇതിലെ നടക്കുന്നത്, നെവിൻ്റെ പുറകെയൊക്കെ ക്യാമറയായിട്ട് കുറേയധികം ആളുകൾ. അന്ന് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിൽ അത്രയധികം പരിചിതനല്ല നെവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അങ്ങനെ വലിയ കാര്യമായിട്ട് കണ്ടില്ല. നെവിൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ല എന്നുള്ളതാണ് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടാവുന്നേ, എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള പല വഴികളും അന്വേഷിച്ചിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഫേസ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നു, എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്?
എൻ്റെ മെയിൻ ചാനലൊക്കെ എത്ര വർഷമായതാണ്, എന്നാലും അതൊരു 300K സബിലേക്ക് എത്തുന്നത് ഈ ഒറ്റ ലോങ് വീഡിയോ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതിൽ ഷോർട്സ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് വലിയ പാടാണ്. അപ്പോൾ ഞാനൊരു എഡിറ്റർ കൊച്ചിനെ വെച്ചു. അപ്പോൾ ആ കൊച്ച് നല്ല രീതിയിൽ ഷോർട്സ് ഒക്കെ ചെയ്തപ്പോൾ നല്ല ഒരു ബൂസ്റ്റ് കിട്ടി, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ വളർന്നു. പിന്നീട് ആ കുട്ടി പോയപ്പോഴത്തേക്കും നമ്മുടെ ഇത് ഡെഡായി. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. ഇത് ഒറ്റയ്ക്ക് പറ്റുന്ന പരിപാടിയല്ല. അതും ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ടുള്ള ഒരാളുടെ ഈ ഒരു പരിപാടിയൊക്കെ ഏറ്റെടുത്തിട്ട് ഒരാൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ട PR ആണ്. പക്ഷേ മറ്റേ PR എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഓരോരോ വിഷയങ്ങളും മറ്റൊരാൾക്കെതിരെ ഉണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആളുകളെയൊക്കെ രംഗത്തിറക്കും. ഇപ്പോൾ കണ്ടിട്ടില്ല, ചില കണ്ടസ്റ്റൻസ് അകത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ പുറത്ത് അവർക്കെതിരെ അവരുടെ പഴയ ബോയ് ഫ്രണ്ടും അല്ലെങ്കിൽ അവർ പണ്ട് പിണങ്ങിയിട്ടുള്ള ആൾക്കാരും അവരുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരും ഒക്കെ രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അതെല്ലാം ഇതിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ആര്യൻ പറയുന്നു അനുമോൾക്ക് PR ഉണ്ട് എന്ന് തോന്നുന്നു, കാരണം അനുമോൾക്ക് ഒരു ഭയമൊന്നുമില്ല. മേ ബി റിയൽ ലൈഫിലും അങ്ങനെ കാമായിരിക്കും, അങ്ങനെ കാഷ്വലായിട്ടൊക്കെ ആയിരിക്കും ഇടപെടുന്നത്. പിന്നെ PR ഇല്ലാത്തത് നൂറയാണ്. നൂറ ഈസ് ഓൾവേസ് നൂറ അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. നെവിൻ പറയുന്നു ബിന്നിക്ക് PR ഇല്ല, ബിന്നി ബോധേഡല്ല. PR എടുത്ത് കൂസലില്ലാതെ നിൽക്കുന്നത് അനുമോളാണ്. എവിക്റ്റ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഷോയിൽ നിന്ന് വിൻ ചെയ്ത ശേഷം ബാക്കി പൈസ കൊടുക്കുമെന്നൊക്കെ അനുമോൾ പറഞ്ഞതായിട്ടൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നെവിൻ പറയുന്നു. അനുമോൾക്ക് മൊത്തത്തിൽ കലിപ്പായിട്ടാണ് ഇന്ന് അവിടെ ഇരിക്കുന്നത്. നൂറ പറയുന്നു അനുമോൾക്ക് PR ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷേ ലക്ഷ്മിക്കാണ് PR ഉള്ളത്. ലക്ഷ്മി വെറുതെ ഇരിക്കുകയാണ്, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ആദിലയ്ക്ക് PR ഇല്ല. ആദില പറയുന്നു ലക്ഷ്മിയാണ് PR-മായി വന്നിരിക്കുന്നത്, ലക്ഷ്മി ടാസ്കിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. നൂറയ്ക്ക് PR ഇല്ല. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഗെയിം, അവർക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടെ ഗെയിം കളിച്ചൂടെ? ഇവർ രണ്ടുപേരെയും രണ്ടാക്കിയത് എന്തിനാണ്? രണ്ടായിട്ട് ഗെയിം കളിക്കാനായിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം ചെയ്യാനും വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അതൊരു അൺഫെയർ പരിപാടിയല്ലേ? ഒരു വീട്ടിൽ നിന്നുള്ള രണ്ടാളുകൾക്ക് ഗെയിമിൽ ഇങ്ങനെ തുടർന്ന് പോകാനായിട്ടുള്ള പരിപാടികൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അൺഫെയർ പരിപാടിയല്ലേ ബാക്കിയുള്ള ആളുകളോട്? അപ്പോൾ ഇവർ ആ ഒരു അൺഫെയർ പരിപാടി അവിടെ നടക്കുന്നതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഗെയിമും കളിക്കണ്ടേ? സാബുമാൻ പറയുന്നു സാബുമോന് PR അഫോർഡബിൾ അല്ല. അനുമോൾ സെലിബ്രിറ്റിയൊക്കെ ആണല്ലോ, സെലിബ്രിറ്റിയൊക്കെ ആയതുകൊണ്ട് അനുമോൾക്ക് PR ഉണ്ടാവാൻ സാധ്യതയുണ്ട്. PR ഉണ്ട്. നെവിന് PR ഇല്ല എന്ന് സാബുമാൻ പറയുന്നു. അനുമോൾ പറയുന്നു എനിക്ക് സെലിബ്രിറ്റി, ആക്ടർ, റിച്ച് എന്നീ ടാഗുകളൊക്കെ സമ്മാനിച്ച എല്ലാ ആളുകൾക്ക് നന്ദി. കുറേ കഥയൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗ് ബോസ് ഇടയ്ക്കൊക്കെ അനുമോളെ ശകാരിക്കുന്നുണ്ട്, എപ്പിസോഡിലില്ല. PR ഇല്ലാത്തത് അനീഷിനാണ് എന്ന് അനുമോൾ പറയുന്നു. ഉള്ളത് ബിന്നിക്കാണ് എന്നൊക്കെ അനുമോൾ പറഞ്ഞിട്ട് പിന്നെ ബിന്നി തിരിച്ചു പറയുമ്പോൾ വേദനിച്ചിട്ട് കാര്യമുണ്ടോ? ബിന്നി പറയുന്നു അവിടുന്ന് ഇവിടുന്ന് കേട്ടത് ഞാൻ കളയുന്നു. അനു എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് PR ഉണ്ട് എന്ന്. എത്ര ലക്ഷമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ലക്ഷമാണെന്ന് പറ എന്ന് അനു പറയുന്നുണ്ട്. അനു പറഞ്ഞിട്ട് വല്ല മറന്നു പോയതായിരിക്കും. അപ്പോൾ അനുമോൾ പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള, എൻ്റെ തൊട്ടടുത്തുള്ള, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആദില, നൂറ് അവർക്കറിയത്തില്ലല്ലോ, പിന്നെ ബിന്നിക്ക് എങ്ങനെ അറിയാം? ബിന്നിയോട് ഞാനത് പറഞ്ഞിട്ടില്ല. 16 ലക്ഷമാണ് എന്ന് ബിന്നി പറയുന്നുണ്ട്. ബിന്നി വേദനയോടെ ആ കാര്യം പങ്കുവയ്ക്കുകയാണ്. ബിന്നി പറയുന്നു നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നു, നമുക്ക് ഇഞ്ചുറിയൊക്കെ ഉണ്ടാവുന്നു, അപ്പോൾ PR ഉള്ള ആളുകളൊക്കെ കൂളായിട്ടിരിക്കുന്നു, അത് വലിയ കഷ്ടം തന്നെ എന്നൊക്കെ ബിന്നി പറയുന്നു. നെവിന് PR ഇല്ല എന്നും ബിന്നി പറയുന്നു. ബിന്നി ഭർത്താവിനോട് PR-നെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ലൈവിൽ കേട്ടായിരുന്നു. എടുത്തു കൊടുക്ക്. എനിക്ക് തോന്നുന്നു ബിന്നിക്ക് അതിൻ്റെ വിഷമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും PR ഉണ്ട്, എനിക്ക് PR ഇല്ല, എനിക്കിങ്ങടെ PR-നെ എടുത്ത് തരുമോ എന്നെങ്ങാണ്ട് ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. എടുത്ത് കൊടുക്കുക. എല്ലാവർക്കും PR ഉണ്ടെങ്കിൽ ബിന്നിക്കും കൊടുക്ക്. PR എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ സ്ട്രാറ്റജി ഒന്നും ബിന്നിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ ഉള്ള സമയമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിനകത്തെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഇട്. രസമല്ലേ ഇത്? ഇതിന് ശേഷം PR ഉണ്ട് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോൾ അവിടെ ഒരു വിഷയമാണ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ ബിന്നി ഉറച്ചു നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അക്ബർ ഷാനവാസും 16 ലക്ഷം എന്നൊക്കെ കേട്ടിട്ട് തലകറങ്ങി നിൽക്കുന്നതാണ്. അവർക്കത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല, അതിലാണ് അവരിങ്ങനെ തലകറങ്ങി നിൽക്കുന്നത്. അപ്പാനിക്ക് ചെയ്ത അതേ ടീം തന്നെയാണ് നമ്മുടെ അനുവിന് ചെയ്തത് എന്ന് അപ്പാനി പോയപ്പോൾ അക്ബറിനോട് പറഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് അവരവിടെ സംസാരിച്ചിരിക്കുന്നത്. അഡ്വാൻസ് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ടും അനുമോൾ പറഞ്ഞതായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഷാനവാസ് ബെഡ്റൂമിലേക്ക് പോകുന്നു, അനുമോളോട് സംസാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും PR ഉണ്ട് എന്ന് എനിക്കറിയാമെന്ന് അനുമോൾ പറയുന്നു. ഞാനത് ആരോടും പറയില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ PR കൊണ്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അൺഫെയർ ഗെയിം നടക്കുന്നു, അത് നല്ലതല്ല എന്നുള്ളതാണ് ഒരു ട്രൂ ഗെയിമർ ചിന്തിക്കേണ്ടത്. അപ്പോൾ PR ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ പറയണം. കാരണം നിങ്ങളുടെ PR-നെ കടത്തിവിട്ട് ചിലപ്പോൾ അവരുടെ PR കയറും. പക്ഷേ നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അനുവിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് അനു ആരുടെയും പേര് പറഞ്ഞില്ല. ബിന്നി, ലക്ഷ്മി, സാബുമാൻ എന്നിവർ അനുവിൻ്റെ PR-നെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ബിന്നി പറയുന്നത് പി ആർ ഉണ്ടെന്നേ, പി ആർ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സാബുമോനും അങ്ങനെയാണ് പറയുന്നത്, പി ആർ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ലക്ഷ്മി വേറൊരു മൈൻഡാണ്. ലക്ഷ്മി പറയുന്നത് പി ആർ ഉള്ളതുകൊണ്ടൊന്നും അല്ല അവൾ കളിക്കാതിരിക്കുന്നത്, അവൾക്ക് കളിക്കാൻ അറിയത്തില്ല. അതിപ്പോൾ പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുവിന് കളിക്കാൻ അറിയത്തില്ല. ലക്ഷ്മി ആ ഒരു മൂഡാണ്. അപ്പോൾ അനുമോൾ അപ്പുറത്തുനിന്ന് വെളിപ്പെടുത്തുന്നു ബിന്നിക്ക് പി ആർ വാട്സപ്പ് വഴി എന്തോ തുടങ്ങി എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അനുവിന് പി ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണയുണ്ട്, തുടങ്ങിയാലും ഇല്ലെങ്കിലും തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. പിന്നെ 50 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാലും എത്ര കൊടുക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ നന്നായിട്ട് കളിച്ചാലല്ലേ, നിന്നാലല്ലേ ഇതൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. പിന്നെ വീഡിയോ കട്ട് ചെയ്യാനായിട്ടും റീൽ ഷെയർ ചെയ്യാനായിട്ടും ഒക്കെ ആളുണ്ട്, അക്ബറിന് ആളുണ്ട്, എനിക്കും ഉണ്ട്. അതൊക്കെ വേണ്ടേ ചേട്ടാ, വേണ്ടേ ഇക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങടേക്ക് ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് പണി കിട്ടത്തില്ലേ എന്നുള്ളതൊക്കെയാണ് അനുമോളുടെ ഒരു വാദം. ഇതിന് ശേഷം ഓപ്പൺ നോമിനേഷനാണ്. അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പറ്റിക്കൽ ഗെയിമാണ് ഷാനവാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് ആക്ടിംഗ് ആണ്, ആക്ടിങ് പുറത്ത് വെച്ചിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരേണ്ടത്, റിയലായിട്ട് നിൽക്കണമെന്നൊക്കെ അനീഷ് പറയുന്നു. ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. ജയിലിൽ പൂട്ടിയിട്ടു, അതേപോലെ തന്നെ നല്ല ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രം പുറത്തേക്ക് വിടാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി വലിച്ചൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡിൽ കുറച്ച് കട്ട് ചെയ്തു. എന്ത് കഥ പറച്ചിലാണ്! ഒരു സെൻറ്റൻസിനകത്ത് കുറേ ഫില്ലർ വേർഡുകൾ, ഒരാവശ്യമില്ലാത്ത കുറേ വേർഡുകൾ, അതിങ്ങനെ കുത്തി നിറച്ചിട്ടുള്ളൊരു പരിപാടി. എൻ്റെ പൊന്നനീഷ് ഇത് മാറ്റി പിടിക്കുക. ആര്യൻ അനീഷിനെ പറയുന്നു നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഗെയിം കാഴ്ചവെക്കുന്നത്. ശരിയാണ്. പിന്നെ മെഡിസിൻ ഗെയിം, ഇപ്പോൾ ഷാനവാസിന് മെഡിസിൻ കൊണ്ടേ കൊടുക്കുമ്പോൾ അച്ഛന് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീല് എന്നൊക്കെ പറയുന്നു. ബാറ്ററി എടുത്തുകൊണ്ട് വരുമ്പോൾ ചാർജ് കൊടുക്കുന്ന ഒരു ഫീല് എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇവിടെ ആര്യനെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ബാറ്ററിയുടെ കാര്യം ഞാൻ കൈനിട്ടതാണ്. പിന്നെ ഈ എല്ലായിടത്തും ആദ്യം ഇരിക്കണം, ആദ്യം എഴുന്നേൽക്കണം, ആദ്യം പറയണം എന്നുള്ളൊരു പിടിവാശി, ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫ്ലോർ ടീമിലാണ് ഷാനവാസ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഉടായ്പാണെന്ന് ഷാനവാസ് പറയും, പക്ഷേ ഞാൻ അങ്ങോട്ട് പറയുകയാണ് ഷാനവാസാണ് ഉടായ്പ്. അക്ബർ അനീഷിനെ പറയുന്നു ജെനുവിനായിട്ട് നിൽക്കണം, ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന പരിപാടി പിടിക്കരുത്. പിന്നീട് ലക്ഷ്മിയെ പറയുന്നു ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ അന്ന് ഒനിലിൻ്റെ അടുത്ത് നടത്തിയതുപോലെയുള്ള ആ ഒരു വേർഡ് എടുത്ത് പറഞ്ഞില്ല, അന്ന് നടത്തിയതുപോലെയുള്ള അതേ ജഡ്ജ്മെൻറ്റാണ് ഷാനവാസിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. ബിന്നിയുടെ തലയിൽ മാവ് വീണത് ശരിക്കും ലക്ഷ്മി കണ്ടിട്ടില്ല. ലക്ഷ്മി ഷാനവാസിനെ പറയുന്നു ഷാനവാസിൻ്റെ ഭാഷ വളരെ മോശമാണ്, ഭർത്താവിനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അനുമോളെ പറയുന്നു ലാഗ് ഉണ്ട്, പി ആറിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്നതാണ്, ലാഗ് ബിഹൈൻഡ് എന്താ പറയുന്നത്, ആ ഒരു ഗെയിമിൽ വളരെയധികം പിറകിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ സമയത്തൊക്കെ ഷാനവാസ് മറ്റേ ശൂളവടിയും മറ്റേ ഗോഷ്ടി കാണിക്കലും എന്തോ ആംഗ്യം കാണിക്കലും ഒക്കെ നടത്തുന്നുണ്ട്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്നുള്ളത്. സാബുമാൻ അക്ബറിനെ മനുവിനെയാണ് പറയുന്നത്. അക്ബറിനെ പറയുന്നത് വളച്ചൊടിക്കൽ, കുത്തിത്തിരിപ്പ്, കാര്യങ്ങൾ വലുതാക്കുക. അതേപോലെ തന്നെ അനുവിനെ പറയുന്നത് ഇയാളൊരു ഹ്യൂമൻ ക്യാമറയായിട്ട് കൺസിഡർ ചെയ്തു എന്നുള്ളതാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സാബുമോനോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ഭാഷയായിരിക്കാം. അത് ആളുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ബിന്നി ഷാനവാസിനെ പറയുന്നു ഭർത്താവിനെ പെൺകോന്നൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോഴും ഷാനവാസ് അവിടെ കിടന്ന് പുഴുക്കുന്നുണ്ട്, പുഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് പറയുന്നു ഞാനൊരു പേഷ്യൻ്റാണ്, ഞാൻ ഹെഡ് പേഷ്യൻ്റാണ്, അറിയില്ലേ നിങ്ങളൊരു ഡോക്ടറല്ലേ, അതെങ്ങനെ ബിന്നിക്കറിയാവുന്നേ. പിന്നീട് ബിന്നി സാബുമാനെ പറയുന്നു നോമിനേഷൻസൊക്കെ കൊള്ളാം, പക്ഷേ എല്ലാ ഇടങ്ങളിലും അഭിപ്രായം പറയണം, എല്ലാ കാര്യങ്ങളിലും ഇടപെടണം എന്നുള്ളതാണ് പറയുന്നത്. ആദിൽ അക്ബറിനെ പറയുന്നു മനുഷ്യത്വമില്ല, ദിയാസന അല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്നത് എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ സിബ്ലിങ്സൊക്കെ വരണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, അത് വലിയ വേദന ഉണ്ടാക്കി. പിന്നെ ബിന്നിയെ പറയുന്നു ആണും പെണ്ണും കെട്ട എന്ന് ഉള്ള ഒരു പ്രയോഗം ഷാനവാസിനെതിരെ നടത്തി, അത് കേൾപ്പിച്ചില്ല, അപ്പോൾ അതങ്ങനെ പറയരുത്, അതുകൊണ്ട് ബിന്നി. ഷാനവാസ് വരികയാണ്, പുഴുക്കൽ എക്സ്ട്രീം, ഷാനവാസ് അവിടെ നിന്ന് പുഴുക്കുകയാണ്. ലക്ഷ്മി തമ്പുരാട്ടി പഞ്ചസാര കട്ടില്ല, അല്ലെങ്കിൽ ഈ ചെങ്ങായി എന്തെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ കട്ട് എന്ന് പറയാവോ, നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വൻ പരിപാടി ഷോ ഓഫും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബിന്നിയെ പറയുന്നു ബിന്നിയുടെ ഹസ്ബൻഡിനെ വിളിച്ചത് എൻ്റെ വൈഫിനെ ഈ ഒരു കാര്യത്തിലേക്ക് എടുത്തിട്ടതുകൊണ്ടാണ്. പിന്നെ അക്ബർ ഉണ്ടാക്കിയ പേരാണ് ക്യാപ്റ്റൻ. ആ 1-2 പോയിന്റുകളൊക്കെ ശരിയാണ് കേട്ടോ, ബാക്കി കള്ളത്തരാണെങ്കിലും 1-2 പോയിന്റുകൾ ശരിയാണ്. അനു സാബുമാനെ പറയുന്നു നോമിനേഷൻ മാത്രം പോരാ, സാബുമാൻ്റെ കലിപ്പ് ഫേസ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ മൂലയിൽ പോയി എന്തെങ്കിലും കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, കാര്യങ്ങളിലൊക്കെ ഇടപെടണം. നെവിനെ പറയുന്നു വന്ന ടൈമിൽ ആക്റ്റീവായിരുന്നു, ബട്ട് ഇപ്പോൾ ഫുള്ള് ഫുഡിൻ്റെ പുറകെയാണ്. നൂർ അക്ബറിനെ പറയുന്നു കുത്തിത്തിരിപ്പ്, വളച്ചൊടിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നെവിനെ പറയുന്നു ടാസ്കിൽ ഫോക്കസ് ചെയ്യുന്നില്ല. നെവിൻ അനുമോളെ പറയുന്നു നോമിനേഷൻ പ്ലാൻ ചെയ്തു, ചീപ്പ് ഗെയിമാണ്, വീക്കസ്റ്റ് ഗെയിമറാണ്, എന്തെങ്കിലും ഒരു ടാസ്ക് ജയിച്ചിട്ടുണ്ടോ, അതേപോലെ തന്നെ മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നു. അനീഷിനെ പറയുന്നു സ്റ്റോർ റൂമിലേക്കുള്ള ഓട്ടം, ടാസ്ക് മനസ്സിലാക്കാതുള്ള എടുത്തുചാട്ടം, ഒന്നാമതിരിക്കണം, ബാലിഷ്യമായിട്ടുള്ള ചില പിടിവാശികൾ.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ നോമിനേഷൻസ് കഴിയുകയാണ്. ആര്യൻ, ആദില അങ്ങനെയുള്ള ടീംസൊന്നും നോമിനേറ്റഡ് ആയിട്ടില്ല. അതിനുശേഷം നമ്മൾ കിച്ചണിൽ കാണുന്നത് നെവിൻ അനുവിനോട് ചെറിയ രീതിയിൽ ഒരു എന്താ പറയുന്നത് അതിന് വാഗ്വാദമെന്നോ അല്ലെങ്കിൽ സംഭാഷണമെന്നോ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനു ഒരു സേഫ് ഗെയിമർ എന്ന് പോലെയുള്ള വിളി അർഹിക്കുന്നില്ല. കാരണം ഗെയിം ഉണ്ടെങ്കിലല്ലേ സേഫ് ഗെയിം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറയുന്നത്, നീ ഫ്രിഡ്ജ് തുറക്കുക, അടയ്ക്കുക, വരിക, പോവുക എന്നുള്ള ഗെയിമല്ലേ നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും രസമുള്ള ഒരു പരിപാടിയായിരുന്നു. നെവിൻ ഫുഡ് മോഷ്ടിക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തെ നെവിൻ ആര് പറഞ്ഞാലും അംഗീകരിക്കാറുണ്ട്. അത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷം ബിന്നിയെ പുതിയ ജിസയിലായിട്ട് ഹ്യൂമാനിറ്റിയുടെ ആളായിട്ട് അവരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അനുമോൾ തൻ്റെ ജ്യൂസ് ആര്യന് കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. എന്നാൽ നെവിൻ തൻ്റെ നാരങ്ങ ആര്യന് കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ ബിന്നി ഇവർക്ക് രണ്ടുപേർക്കും എന്ത് കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി. ഇതിനുശേഷം ഓരോ കഥാപാത്രങ്ങളായിട്ട്, സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളായിട്ട് വിഷപ്പകർന്നാട്ടം നടത്തി ഡാൻസ് ചെയ്യേണ്ട ഒരു ടാസ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. 10 കോയിൻ എല്ലാ ആളുകൾക്കും കിട്ടും. ഈ ഒരു ടാസ്കിന് ശേഷം, ഈ ഒരു ഗെയിം അവസാനിച്ചതിന് ശേഷം ഈ കോയിൻസ് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം. ഏറ്റവും കൂടുതൽ കോയിൻസ് ഉള്ള ആൾക്ക് ഒരു സൂപ്പർ പവർ, സ്പെഷ്യൽ പവർ കിട്ടും. സാബുമാൻ പട്ടണത്തിൽ ഭൂതത്തിലെ മമ്മൂട്ടിയുടെ വേഷമാണ് കൈകാര്യം ചെയ്യേണ്ടത്. അക്ബർ മിന്നൽ മുരളി, ബിന്നി സിക്കന്ദറായിട്ട് മാറണം. പഞ്ചാബി ഹൗസിലെ സിക്കന്ദറാണ്. ആര്യൻ മായാമോഹിനിയായിട്ട് കളിക്കണം. ആദില പാർത്ഥസാരഥി, മറ്റേ ഗോകുലപാല നായക എന്നുള്ള ആ ഒരു പാട്ടൊക്കെ ഉള്ളതിനകത്തല്ലേ, പാർത്ഥൻ കണ്ട പരലോകം. നെവിൻ സാമുവൽ അലക്സാണ്ടർ ആയിട്ട് മാറണം, ലാലേട്ടൻ്റെ കഥാപാത്രം. നൂറ കാർത്തുമ്പി ആയിട്ട് മാറണം. അനീഷ് ജോക്കറിനകത്തെ അതുല്യ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹമായിട്ട് മാറണം. അനുമോൾ കിലുക്കത്തിലെ നന്ദിനിക്കുട്ടി ആവണം. അനുമോൾ വളരെയധികം എക്സൈറ്റഡ് ആണ്, തുള്ളിച്ചാടുന്നു. അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു കാണാനായിട്ട്. ഷാനവാസ് മറ്റേ നരനകത്തെ മോഹൻലാൽ, വേൽമുരുക ഹരൂഹര. ഷാനവാസ് ഫുൾ പിന്നെ ആ ഒരു മൂഡ് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് നൈസായിട്ട് തോന്നി. ആദ്യം വേൽമുരുക എന്നുള്ള പാട്ടാണ്, നരനിലെ ഒരു പാട്ടാണ്. ഷാനവാസിൻ്റെ ഡാൻസ് പരിപാടി, മുഖത്ത് നല്ല ഗ്രേസ് ഒക്കെ ഉണ്ട്, രസമായിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ മായാമോഹിനിയായിട്ടുള്ള ആര്യൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. സാബുമാൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. അതിനകത്ത് അധികം കാര്യമായിട്ട് ചെയ്യാതിരുന്ന എനിക്ക് തോന്നുന്നു ആദില, അനീഷ് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും പറ്റിയില്ല. ലക്ഷ്മിയൊക്കെ മാക്സിമം കൊടുത്തു, ലക്ഷ്മിയുടെ മാക്സിമം കൊടുത്തു. ബിന്നിക്ക് നല്ല ക്യാരക്ടറായിരുന്നു എന്നുണ്ടെങ്കിലും, വേഷം കാണാൻ രസമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ബിന്നിക്ക് അധികം ചെയ്യാനായിട്ടൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ അതങ്ങനെയുള്ള പരിപാടി. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ഡിസ്കഷനാണ്. ഷാനവാസും നൂറ, ആദില എന്നിവരൊക്കെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അഡ്വാൻസ് കൊടുത്തതൊക്കെ അനു ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരിയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ട് ബാക്കി കൊടുക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബിന്നി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മോശമായി എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ബിന്നി ആ ഒരു ഗെയിം അങ്ങനെ പറഞ്ഞു. ബിന്നിക്ക് ഒന്നാതെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഒരു ടെൻഷൻ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതിനൊക്കെ കൂളായിട്ടിരിക്കുന്നത് കാണുമ്പോൾ PR ഉണ്ട് എന്നുള്ള തോന്നലുകൊണ്ട് ബിന്നി ഒരു നിഷ്കളങ്കയാണെന്ന് അങ്ങ് കൺസിഡർ ചെയ്യുക. അങ്ങനെ നിഷ്കളങ്കതോട് ചിലപ്പം ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും, വിഷമം കൊണ്ട് പറഞ്ഞായിരിക്കും, കരയുന്നതൊക്കെ കണ്ടില്ലേ. അതിനുശേഷം അനു ഇങ്ങനെ പയർ മുളപ്പിച്ച് കഴിക്കുന്നതാണ്, നോറയുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് നമ്മൾ എപ്പിസോഡിൽ കാണുന്നത്. വേറെ വലിയ കാര്യമായിട്ടുള്ള സംഗതിയൊന്നുമില്ല. ഇത് കൊള്ളാം. ഇപ്പം ഉള്ള ആളുകളാണ് കറക്റ്റ് സെറ്റ്. ഇതിൽ ഓരോ ആളുകൾക്കും ഓരോ റോള് കൈകാര്യം ചെയ്യാനുണ്ട്, അവരത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ആദില നൂറ് അവരിൽ ആരെങ്കിലുമൊക്കെ അടുത്ത ആഴ്ച അടിച്ച് പുറത്തളയണം. ഒരു രസമില്ല, ഭയങ്കര ബോറിങ്ങാണ്. വേറെ ആൾക്കാരൊന്നും ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് ബോറടിക്കുന്നില്ല, രസമായിട്ട് തോന്നുന്നുണ്ട്. ഇവൻ ലക്ഷ്മിയൊക്കെ നൈസായിട്ട് വരുന്നുണ്ട്. കറക്റ്റ് കണ്ടസ്റ്റൻസ് ആണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. നന്ദി.